RSSR പ്രതികളായ BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘം തട്ടിപ്പ് കേസിൽ നിക്ഷേപകരിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മൊഴിയെടുക്കുന്നു. പൊട്ടക്കുഴിയിലാണ് മൊഴിയെടുപ്പ്. കമലേഷ് ചേരുന്നു. കമലേഷ്, വിശദാംശങ്ങൾ. രാവിലെ 10 മണിയോടുകൂടിയാണ് 2 വാഹനങ്ങളിലായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ പൊറ്റക്കുഴിയിലുള്ള ITE ഹാളിലാണ് 50ഓളം നിക്ഷേപകരെ നിലവിൽ മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിട്ടുള്ളത്. അവരുടെ മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ് നിലവിൽ. ഈ കേസ്, അതായത് 1255 നിക്ഷേപകരുടെ 220 കോടിയോളം രൂപ തിരിമറി നടത്തിയ കേസാണ് ഇത്. 2025 ജനുവരിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിന്റെ അന്വേഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഏറ്റെടുക്കുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ടും ഈ കേസിലെ പ്രതികളായ RSS BJP നേതാക്കളെ വിളിപ്പിക്കാനോ ചോദ്യം ചെയ്യാനോ പരിശോധന നടത്താനോ ED ഇനിയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. ഇതിനിടെയാണ് നിലവിൽ ഇപ്പോൾ ഇതിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകളെ മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിട്ടുള്ളത്. ഈ 1255 പേരിൽ 50 പേരെ മാത്രമാണ് നിലവിൽ ഇപ്പോൾ വിളിപ്പിച്ചിട്ടുള്ളത്. അവരുടെ മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ് എന്നതാണ് നിലവിൽ ഇവിടെ ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഏതായാലും ഈ കേസിലെ പ്രതികൾ എന്ന് പറയുന്നത്, ഇതിൽ 1-ാം പ്രതി ഗോപിനാഥൻ നായർ, അതുപോലെ തന്നെ സെക്രട്ടറി KV പ്രദീപ്, മറ്റൊരു പ്രധാന പ്രതി AR രാജീവ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം സംഘപരിവാർ നേതാക്കളാണ്. പ്രതികൾ വ്യാജരേഖ നൽകിയാണ് ഈ 1255 പേരിൽ നിന്നായി 220 കോടിയിലേറെ രൂപ തട്ടിപ്പ് നടത്തിയതെന്ന് നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ED ഈ അന്വേഷണം ഏറ്റെടുക്കുന്നത്. പക്ഷേ ഈ സംഘപരിവാർ നേതാക്കളെ ആകർഷിക്കുന്ന ഒരു നിലപാട് ED ഇതുവരെയും തുടർന്നു പോരുന്ന ഒരു സമീപനം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് എങ്കിലും അവരുടെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നിരവധി ആളുകൾ, അതായത് സർവീസിൽ ഉണ്ടായിരുന്ന ആളുകൾ, സർവീസിൽ നിന്ന് വിരമിച്ച ആളുകൾ, അവർക്ക് കിട്ടിയ തുകയൊക്കെ, അത് 30 ലക്ഷവും 50 ലക്ഷം രൂപയും ഒക്കെയാണ് ഈ സംഘത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇവർക്ക് ഇതിന്റെ പലിശ ഉൾപ്പെടെ കൃത്യമായി ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നീട് വർഷങ്ങളായി ഈ പലിശയോ മുതലോ ഒന്നും തിരിച്ചു നൽകാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് പരാതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതിനുശേഷമാണ് ഈ തട്ടിപ്പ് പുറത്തേക്ക് വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ്. അതോടൊപ്പം തന്നെ ഈ 20ലധികം വീടുകളടക്കം തലസ്ഥാനത്ത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് ഈ പ്രതികളും ബിനാമികളും എല്ലാം വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് ഈ തുക കൊണ്ട് എന്നതാണ് ഈ കേസിൽ പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം ഈ രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ വാങ്ങി നൽകിയ സ്ഥലത്ത് പിന്നീട് ഈ RSSന്റെ ശാഖ ഉൾപ്പെടെ പ്രവർത്തിച്ചു വരുന്ന ഒരു കാര്യമൊക്കെ നേരത്തെ റിപ്പോർട്ടുകളായി പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഈ BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘം രൂപീകരിച്ചത് 1987-ലാണ്. അത് മുതൽ 2017 വരെ ഈ സംഘത്തിന്റെ സെക്രട്ടറി ആയിരുന്നു ഗോപിനാഥൻ നായർ, 1-ാം പ്രതി. ഇയാൾ രണ്ടു വർഷം മുൻപ് ഇയാൾ മരിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. മറ്റു പ്രതികളെല്ലാം ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഈ പ്രതികളെ വിളിപ്പിക്കാനോ ചോദ്യം ചെയ്യാനോ പരിശോധന നടത്താനോ ഒന്നും ED ഈ കേസ് ഏറ്റെടുത്ത് 1.5 വർഷം കഴിഞ്ഞിട്ടും തയ്യാറായിട്ടില്ല എന്നുള്ളത് വലിയൊരു ആക്ഷേപമായി ഈ നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ നിക്ഷേപകരുടെ മൊഴിയെടുക്കാൻ ഇന്ന് വിളിപ്പിച്ചിട്ടുള്ളത്. അവരുടെ മൊഴിയെടുപ്പ് നിലവിൽ പുരോഗമിക്കുകയാണ്. കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.